നമസ്തേ, എല്ലാ പ്രേക്ഷകർക്കും രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ രാഹുലിന് നോട്ടീസ് അയച്ച് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ പുറത്തുവിട്ട രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതല്ല. രാഹുൽ തെളിവ് നൽകണമെന്നും കമ്മീഷൻ. ഭാരതത്തിനെതിരായ നീക്കത്തിൽ സ്വയം തിരിച്ചടി നേരിട്ട് പാകിസ്ഥാൻ. ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടച്ചതോടെ നഷ്ടം കോടികൾ, സ്ഥിരീകരിച്ച് പാക് പ്രതിരോധ മന്ത്രാലയം. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും. ഭാരതത്തിന്റെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയെന്ന നരേന്ദ്രമോദി. രാഷ്ട്രത്തിന്റെ മുന്നേറ്റത്തിൽ അസൂയപ്പെടുന്ന ചില ബോസുമാർ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് രാജ്നാഥ് സിംഗ്. വികസിത ഭാരതത്തിന് കരുത്തു പകർന്ന് പ്രധാനമന്ത്രി ബംഗളൂരുവിൽ. തുടക്കം കുറിച്ചത് വൻ പദ്ധതികൾ. 3 വന്ദേ ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബംഗളൂരു മെട്രോയുടെ യെല്ലോ ലൈൻ നാടിന് സമർപ്പിച്ച് നരേന്ദ്രമോദി. ജമ്മു കശ്മീരിൽ ഓപ്പറേഷൻ അക്കൽ തുടർന്ന സുരക്ഷാ സേന. കിഷ്ത്വാറിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ദുൽ മേഖലയിൽ വെടിവെപ്പ്. ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നു. താരിഫ് വിഷയത്തിൽ അമേരിക്കയ്ക്ക് വൻ തിരിച്ചടി. ട്രംപിന്റെ നയങ്ങളിൽ പ്രതിഷേധവുമായി ലോകരാജ്യങ്ങൾ. US നിർമ്മിത യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി സ്പെയിനും സ്വിറ്റ്സർലൻഡും. പാലസ്തീനെ അംഗീകരിക്കില്ലെന്ന് ആവർത്തിച്ച് US. ലക്ഷ്യം ഹമാസിൽ നിന്നുള്ള മോചനമെന്ന് JD വാൻസ്. വേണ്ടത് ശാശ്വത പ്രശ്നപരിഹാരമെന്നും US വൈസ് പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. പ്രതിപക്ഷ നേതാവ് രാഹുലിന് വീണ്ടും തിരിച്ചടി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മോഷണം നടന്നുവെന്ന ആരോപണത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ച് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. രാഹുൽ വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ച ഡോക്യുമെന്റുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതല്ലെന്ന് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു. ശകുൻ റാണി എന്ന സ്ത്രീ 2 തവണ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രേഖകൾ ഹാജരാക്കണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്താമെന്നും നോട്ടീസിൽ പറയുന്നു. വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, രാഹുൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കൂ എന്ന നിർദ്ദേശമാണ് രാഹുലിന് മുമ്പിൽ കമ്മീഷൻ വെച്ചത്. ആ സത്യവാങ്മൂലത്തിന്റെ ഒരു മാതൃകാ കോപ്പി തന്നെ അന്ന് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന് അയച്ചിരുന്നു. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണ്, തെറ്റായ വാദങ്ങളാണ് മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം നടത്തുന്നുണ്ടോ, അതോ നേരത്തെ രാഹുലും കോൺഗ്രസും പറഞ്ഞത് ഒരു കാരണവശാലും സത്യവാങ്മൂലം നൽകില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് പോകില്ല എന്നൊക്കെയായിരുന്നു, അതേ വാദം തന്നെയാണോ ഇപ്പോഴും ഉയർത്തുന്നത്? ജിഷ്ണു. ഗൗതം, അതേ നിലപാട് തന്നെ കോൺഗ്രസ് തുടരുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വോട്ടർ പട്ടികയ്ക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള രാഹുലിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ കർണാടകയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നോട്ടീസ് നൽകിയതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആ നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ആറ്റം ബോംബ് പൊട്ടിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചിട്ടുള്ള രേഖകൾ അത് പോളിംഗ് ഓഫീസർ നൽകിയതോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖകളോ അല്ല എന്നുള്ളതാണ്
കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ രാഹുലിന്റെ ആരോപണവും കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തള്ളുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ടുകളിലൂടെയും അല്ലാതെ വ്യാജ വോട്ടുകളിലൂടെയും വ്യാജ വോട്ടർമാരിലൂടെയും 1 ലക്ഷത്തിലധികം വോട്ടുകൾ കർണാടകയിൽ പോൾ ചെയ്തു എന്ന ആരോപണമാണ് രാഹുൽ മുൻപോട്ട് വെച്ചത്. അതിൽ ശകുൻ റാണി എന്നുൾപ്പെടെ വിവരം ഉൾപ്പെടെ രാഹുൽ എടുത്തു പറഞ്ഞിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് ശകുൻ റാണി ഒരു ബൂത്തിൽ മാത്രമാണ് പോൾ ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് രാഹുൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തിന് എന്തെങ്കിലും രേഖകളും തെളിവുകളും ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ ഹാജരാക്കണം. അത് വിശദമായി അന്വേഷിക്കും എന്നുള്ളതാണ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. രാഹുൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നടപടി നിങ്ങൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ സത്യവാങ്മൂലം സമർപ്പിച്ചുകൊണ്ട് പരാതി ഉന്നയിക്കൂ. അത് കൃത്യമായി തന്നെ അന്വേഷിച്ച് വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. എന്നാൽ അത്തരത്തിലൊരു പരാതി നൽകാൻ ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി പരാതി ഉന്നയിക്കേണ്ട പ്ലാറ്റ്ഫോം എന്നുള്ളത് അതിന്റെ യഥാർത്ഥ അധികൃതർ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ കമ്മീഷന് മുൻപിൽ ഒരു പരാതിയും നൽകാതെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനുള്ള ശ്രമമാണ് രാഹുലും കോൺഗ്രസും ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം രാഹുൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ രാഷ്ട്രീയപരമായി BJP നേരിട്ടിട്ടുള്ളത് ഒന്ന്, ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും അതിന് വളരെ മുൻപ് തന്നെ വോട്ടർ പട്ടികയുടെ കരട് രൂപം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭ്യമാകും. അത് ബൂത്ത് തലത്തിലേക്ക് എത്തും. ബൂത്ത് തലത്തിൽ ജനങ്ങളെ നേരിട്ടറിയുന്ന ഓരോ പാർട്ടിയുടെയും ആളുകൾ അത് പരിശോധിക്കുന്നുണ്ട്. ആ സമയത്ത് പരാതി നൽകാനുള്ള അവസരമുണ്ട്. അതിനുശേഷം വോട്ടർ പട്ടികയുടെ അന്തിമ രൂപം നൽകും. ആ സമയത്ത് പരിശോധിക്കാം. അതുമല്ലെങ്കിൽ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് ചുരുക്കം ചില പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രശ്നബാധിത ബൂത്തുകളിൽ മാത്രമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബൂത്ത് ഏജന്റുമാരില്ലാതിരിക്കുക. മറ്റെല്ലാ പോളിംഗ് ബൂത്തുകളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് ഏജന്റുകൾ ഉണ്ടാകും. ആ ബൂത്ത് ഏജന്റുമാർക്ക് ആ പ്രദേശത്തെ ആളുകളെ അറിയാൻ സാധിക്കും. ഇത്തരത്തിൽ ഇരട്ട വോട്ടുകളോ വ്യാജ വോട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റിനെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് ശേഷം 30 ദിവസത്തിനുള്ളിലും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാമായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു സംശയമോ അത്തരത്തിലൊരു കാര്യങ്ങളോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുലിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഈ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഉപയോഗിച്ച ഡോക്യുമെന്റുകളും മറ്റും അത് അടിസ്ഥാനരഹിതമാണ്. ആ വാദമുഖങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ രാഹുലിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരാകാനോ സത്യവാങ്മൂലം സമർപ്പിക്കാനോ രാഹുലും കോൺഗ്രസും അല്ലെങ്കിൽ ഇക്കൂട്ടരെ പിന്തുണയ്ക്കുന്ന ഇന്ത്യ സഖ്യവും ഒന്നും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. മറ്റു വാർത്തകൾ നോക്കാം. ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം അതിവേഗം വളരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ സൈന്യത്തിന്റെയും മേക്ക് ഇൻ ഇന്ത്യ ആശയത്തിന്റെയും വിജയമാണെന്നും അദ്ദേഹം ബംഗളൂരുവിൽ പറഞ്ഞു. ബംഗളൂരു മെട്രോയുടെ 3ാം ഘട്ടത്തിന്റെ തറക്കല്ലിടിയിൽ കർമ്മം പ്രധാനമന്ത്രി നിർവഹിച്ചു. ഒപ്പം 3 വന്ദേ ഭാരത് ട്രെയിനുകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. തീരുവ വർദ്ധിപ്പിക്കാനുള്ള അമേരിക്കയുടെ തീരുമാനം വകവയ്ക്കാതെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് ലോകവിപണിയിൽ പ്രാധാന്യമുണ്ടെന്ന പ്രഖ്യാപനത്തിന് പിറകെയാണ് ഭാരതം ലോകത്തിലെ മികച്ച 3ാമത്തെ സാമ്പത്തിക ശക്തിയായി അതിവേഗം വളരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. 2014 ശേഷം വ്യക്തമായ ലക്ഷ്യത്തോടെയായിരുന്നു യാത്ര. രാജ്യത്തിന്റെ കൂട്ടായ പരിശ്രമം വിജയത്തിലേക്ക് എത്തുകയാണെന്നും സാങ്കേതിക മേഖലയിലും ആത്മനിർഭർ ഭാരത് ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2014 മുൻപ് 5 നഗരങ്ങളിൽ മാത്രമുണ്ടായിരുന്ന മെട്രോ ഇന്ന് 24 നഗരങ്ങളിലേക്ക് വളർന്നു. 74 വിമാനത്താവളങ്ങൾ ഉണ്ടായിരുന്നത് 160-ലധികമായി വർദ്ധിപ്പിച്ചെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. हमारी इकोनॉमी 10वें नंबर से टॉप 5 में पहुंच गई. हम बहुत तेजी से टॉप 3 इकोनॉमी बनने की ओर आगे बढ़ रहे हैं. ये स्पीड हमें कैसे मिली है? ये स्पीड हमें रिफॉर्म, परफॉर्म, ट्रांसफॉर्म की स्पिरिट से मिली है. ये स्पीड हमें साफ नियत और ईमानदार प्रयासों से मिली है. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെയും പ്രതിരോധ മേഖലയിലെ മേക്ക് ഇൻ ഇന്ത്യ ആശയത്തിന്റെയും വിജയമാണെന്നും ബംഗളൂരുവിൽ പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ബംഗളൂരുവിൽ ഇലക്ട്രോണിക് സിറ്റി വരെയുള്ള മെട്രോ യെല്ലോ ലൈനിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി യാത്രക്കാർക്കൊപ്പം മെട്രോയിൽ സഞ്ചരിച്ചു. നഗരത്തിൽ മെട്രോയുടെ 3ാം ഘട്ടത്തിനും അദ്ദേഹം തറക്കല്ലിട്ടു. ബംഗളൂരു, ബെലഗാവി, അമൃത്സർ, വൈഷ്ണോദേവി കത്ര, നാഗ്പൂർ, പൂനെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനം, ഡൽഹി.
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പരോക്ഷ വിമർശനവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഭാരതത്തിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയിൽ ചില യജമാനന്മാർ അതൃപ്തരാകുകയാണ്. ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അവർ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. എന്നാൽ ഭാരതത്തിന്റെ വളർച്ച തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കില്ലെന്നും ഭാരതം എല്ലാവരുടെയും ബോസായി മാറിക്കഴിഞ്ഞുവെന്നും പ്രതിരോധ മന്ത്രി ഓർമ്മപ്പെടുത്തി. कुछ लोग हैं जो भारत का विकास जितनी तेजी के साथ हो रहा है उन्हें रास नहीं आ रहा है, उन्हें अच्छा नहीं लग रहा है। सबके बास तो हम हैं, भारत कैसे इतनी तेजी के साथ बढ़ रहा है। और बहुतों के द्वारा यह कोशिश की जा रही है कुछ ऐसा किया जाए ताकि भारत में भारतवासियों के हाथों से जो चीजें तैयार होती हैं वह दुनिया के देशों में जाएं तो उन देशों में बनने वाली चीजों से वह महंगी हो जाएं, ताकि भारत की धरती पर भारतवासियों के हाथों से बनी हुई चीजें जब महंगी हो जाएंगी तो दुनिया के दोस्त को लोग उसे नहीं खरीदेंगे। यह कोशिश की जा रही है। लेकिन बहनों भाइयों, भारत जितनी तेजी के साथ आगे बढ़ रहा है, मैं पूरे विश्वास के साथ कहता हूं, भारत को अब दुनिया की कोई ताकत विश्व की एक बड़ी शक्ति बनने से रोक नहीं सकती है। ജമ്മുകശ്മീരിൽ ഓപ്പറേഷൻ അഖൽ തുടർന്ന് സുരക്ഷാസേന. കിഷ്ത്വാറിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ദുൽ മേഖലയിൽ വെടിവെപ്പും നടന്നു. പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന തുടങ്ങിയത്. ഭീകരർക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഓപ്പറേഷൻ അഖൽ ഇത് 10ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇന്നലെ സൈന്യം 5 ഭീകരരെ ജമ്മുകശ്മീരിൽ വധിച്ചിരുന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് പറയും പോലെയാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടച്ച പാകിസ്ഥാൻ വൻ തിരിച്ചടി നേരിടുന്നു. 2 മാസത്തിനുള്ളിൽ പാകിസ്ഥാന്റെ എയർപോർട്ട് അതോറിറ്റിക്ക് 1240 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രാലയം തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അമൽ പി നായർ ചേരുകയാണ്. അമൽ, ഈ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഘട്ടത്തിലാണ് വ്യോമാതിർത്തി അടച്ചുകൊണ്ടുള്ളൊരു നീക്കം പാകിസ്ഥാൻ ഭാരതത്തിന് മേൽ നടത്തിയത്. ഇപ്പോൾ പാകിസ്ഥാന് ഇത് വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന് പറയുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, പാകിസ്ഥാൻ അടുത്ത കാലത്ത് പല തലത്തിലുള്ള പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് അവിടുത്തെ രാഷ്ട്രീയമായ അനിശ്ചിതത്വമാണെങ്കിലും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര സംഘർഷമാണെങ്കിലും അത്തരത്തിൽ വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നം കൂടി അവർ നേരിടുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും പാകിസ്ഥാൻ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും എന്നൊരു രീതി അനർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. ഭാരതത്തിന് തിരിച്ചടി എന്നോണം അവർ ഭാരതത്തിൻ്റെ വ്യോമപാത അടച്ചതോടെ ഒരു 1240 കോടി രൂപയുടെ ഒരു നഷ്ടം നേരിട്ടിരിക്കുകയാണ്. ഒരു 2 മാസത്തിനകമാണ് മെയ് 24 വരെ ഉള്ളൊരു കാലയളവിലേക്ക് അവർ വ്യോമപാത അടച്ചിരുന്നു. എന്നാൽ പാകിസ്ഥാൻ നേരിട്ടിരിക്കുന്ന കനത്ത നാശനഷ്ടമാണെന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തന്നെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ 2 മാസത്തിനുള്ളിൽ പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിക്ക് കോടികളുടെ നഷ്ടമുണ്ടായെന്നാണ് ഔദ്യോഗികമായി പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ വിലക്കിന് പിന്നാലെ ഭാരതത്തിന് പ്രതിദിനം ഒരു 150ഓളം വിമാനങ്ങൾ വഴിതിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് ഭാരതത്തിന് ഒരു തിരിച്ചടി എന്നോണം ആയിരുന്നു പാകിസ്ഥാൻ്റെ ഈ നീക്കം. എന്നാൽ ഈ നീക്കം ഒരു പാകിസ്ഥാന് തന്നെ ഒരു ഓൾറെഡി സാമ്പത്തിക സ്ഥിതി മോശമായിരുന്ന പാകിസ്ഥാന് സ്വയം തിരിച്ചടി ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുവരെ ഈ പാക് വ്യോമ ഗതാഗതത്തിൽ 20% ഒരു കുറവുണ്ടാകുകയും ഓവർ ഫ്ലൈറ്റ് ചാർജിലൂടെയുള്ള വരുമാനത്തിൽ വൻ കുറവ് രേഖപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ പാകിസ്ഥാൻ മെയ് 24 വരെയാണ് ഇപ്പോൾ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത അടച്ചിരിക്കുന്നത്. ഇതിന് തിരിച്ചടിയായി ഭാരതവും ഓഗസ്റ്റ് 23 വരെ പാകിസ്ഥാനിലെ വിമാനങ്ങൾക്ക് ഒരു വ്യോമപാത അടച്ചിട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗൗതം, ഭാരതത്തിനെതിരായ നീക്കത്തിൽ വലിയ തിരിച്ചടി നേരിടുകയാണ് പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂർ കാലയളവിൽ ഇത്തരത്തിൽ ഭാരതത്തിൻ്റെ വിമാനങ്ങൾ കടക്കാതിരിക്കുന്നതിനായി വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് കോടികളുടെ നഷ്ടം പാകിസ്ഥാന് സംഭവിച്ചുവെന്ന് അവരുടെ പ്രതിരോധ മന്ത്രാലയം തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അമൽ പി നായരാണ് വിവരങ്ങൾ നൽകിയത്. ലോകരാജ്യങ്ങളെ വെല്ലുവിളിച്ച് താരിഫ് യുദ്ധത്തിന് ഇറങ്ങിയ ഡൊണാൾഡ് ട്രംപ് നേരിടുന്നത് വൻ തിരിച്ചടി. US-ന്റെ വ്യാവസായിക രംഗത്ത് എന്നും കരുത്തായിരുന്ന പ്രതിരോധ മേഖലയിലുൾപ്പെടെ വലിയ തിരിച്ചടിയാണ് ട്രംപിന്റെ നയങ്ങൾ വഴിയൊരുക്കിയിരിക്കുന്നത്. US നിർമ്മിത F-35 യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് സ്പെയിനും സ്വിറ്റ്സർലൻഡും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്മാറുന്നതായാണ് റിപ്പോർട്ടുകൾ.
ട്രംപിന്റെ യൂറോപ്യൻ നയത്തിൽ പ്രതിഷേധിച്ചാണ് F-35 യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനത്തിൽ നിന്നും സ്പെയിനും സ്വിറ്റ്സർലാൻഡും പിന്നോട്ടു പോയത്. നാറ്റോ ചിലവുകളുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ കടുംപിടുത്തവും സഖ്യകക്ഷി സൈനിക സംവിധാനങ്ങളുടെ മേൽ US-ന്റെ അതിരുകടന്ന നിയന്ത്രണങ്ങളുമാണ് ഇരു രാജ്യങ്ങളെയും ചൊടിപ്പിച്ചത്. സ്വിറ്റ്സർലാൻഡിന് മേൽ ട്രംപ് ഏർപ്പെടുത്തിയ 39% താരിഫ് വ്യാഴാഴ്ച പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് ഈ തിരിച്ചടി. 2035ഓടെ നാറ്റോ രാജ്യങ്ങൾ GDP-യുടെ 5% പ്രതിരോധ മേഖലയിൽ ചെലവഴിക്കണമെന്ന് ട്രംപിന്റെ നിർദ്ദേശം നേരത്തെ വിവാദമായിരുന്നു. F-35 വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന സുരക്ഷാ ആശങ്കകളും തീരുമാനത്തിലേക്ക് നയിക്കാൻ കാരണമായി. നേരത്തെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ F-35 വിമാനം ഹൈഡ്രോളിക് തകരാറിനെ തുടർന്ന് തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു. ഇവിടെ കുടുങ്ങിയ വിമാനം ആഴ്ചകൾക്ക് ശേഷമാണ് വിദഗ്ധ സംഘമെത്തി അറ്റകുറ്റപ്പണികൾ നടത്തി തിരികെ കൊണ്ടുപോയത്. സോഫ്റ്റ്വെയർ ഡിലേ ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളും F-35 നേരെ നിലനിൽക്കുന്നുണ്ട്. 2022 സ്വിറ്റ്സർലാൻഡ് FA-18 ഹോർനെറ്റുകളും F-5 ടൈഗറുകളും റീപ്ലേസ് ചെയ്യാനായി 36 F-35 വിമാനങ്ങൾക്കായി കരാർ അന്തിമമാക്കി ഉറപ്പിച്ചത്. ആ സമയത്ത് $6.25 ബില്യൺ ആയിരുന്നു ചിലവ്. എന്നാൽ പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ ഈ ചിലവ് വീണ്ടും ഉയർന്നു. ഇതിന്റെ പേരിൽ ഇരു രാജ്യങ്ങളിലും അസ്വാരസ്യങ്ങൾ നിലനിൽക്കെയാണ് താരിഫ് യുദ്ധവും തലപൊക്കുന്നത്. സ്പെയിനും സ്വിറ്റ്സർലാൻഡും F-35 യുദ്ധവിമാന ഓർഡറുകൾ റദ്ദാക്കുന്നുവെന്ന റിപ്പോർട്ടുകളോട് അന്യായമെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 9ാമത് രാമായണ ഫെസ്റ്റിന്റെ പൊതുസമ്മേളനം തൃശ്ശൂരിൽ നടക്കുകയാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇപ്പോൾ വീഡിയോ കോൺഫറൻസിലൂടെ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു. തത്സമയം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും ശ്രീ M. ജയചന്ദ്രൻ അദ്ദേഹം ഈ ദേവരാജൻ മാസ്റ്ററിനും അതുപോലെ തന്നെ രാഘവൻ മാസ്റ്ററിനും ബാബുരാജിനും ഒക്കെ ശേഷം നമ്മുടെ ഈ 80കളില് സംഗീത സംവിധാന രംഗത്ത് വന്ന രവീന്ദ്രൻ മാസ്റ്റർ, അതുപോലെ തന്നെ ജോൺസൺ മാസ്റ്റർ, ഔസേപ്പച്ചൻ മാസ്റ്റർ, ആ ശ്രേണിയിൽപ്പെട്ട ഒരുപക്ഷെ ഭാവിയിൽ അതിനെ കഴിഞ്ഞും പ്രഗത്ഭനായിട്ട് മാറുന്ന ഒരു സംഗീത സംവിധായകനാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ് ഞാൻ ഓർക്കുന്നു, എല്ലാ വർഷവും ഒന്നില് സംഗീതത്തിന് അല്ലെങ്കിൽ ഗാനത്തിന് ഒക്കെ തന്നെ അവാർഡ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള സംഗീതജ്ഞനാണ് ശ്രീ M. ജയചന്ദ്രൻ. അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ സാധിക്കാത്തതിൽ എനിക്ക് വളരെയധികം ഞാൻ തന്നെ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും വളരെ പ്രഗത്ഭനായിട്ടുള്ള ശ്രീ ജേക്കബ് തോമസ് സാർ അവിടെയുണ്ട്. അദ്ദേഹം അത് നിർവഹിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ശ്രീ രാജീവ് ആലിംഗൻ, അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഞാൻ ആദ്യമേ പറയട്ടെ. ഞാൻ ഓർക്കുന്നത് പ്രിയതമേ ശകുന്തള എന്നുള്ള ഗാനം M. ജയചന്ദ്രൻ തന്നെ സംഗീത സംവിധാനം ചെയ്തതാണ് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു ഗാനം, അത് എനിക്ക് തോന്നുന്ന ആൽബമാകുന്നു. റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളിൽ യുക്രൈൻ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ. വെള്ളിയാഴ്ച പുടിൻ ട്രംപ് കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നിലപാട് വ്യക്തമാക്കിയത്. യൂറോപ്യൻ കമ്മീഷനും ഇറ്റലി, ഫ്രാൻസ്, ബ്രിട്ടൻ, പോളണ്ട്, ജർമ്മനി, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളുമാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വെള്ളിയാഴ്ച പുടിൻ ട്രംപ് കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്ന വേളയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട്. യുക്രൈൻ സംഘർഷം കൂടിക്കാഴ്ചയിൽ പ്രധാന വിഷയമാകുമെന്നും വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് യൂറോപ്യൻ കമ്മീഷനും ഇറ്റലി, ഫ്രാൻസ്, ബ്രിട്ടൻ, പോളണ്ട്, ജർമ്മനി, ഫിൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിലൂടെ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. യുക്രൈനില്ലാതെ ആ രാജ്യത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനാവില്ലെന്ന് പ്രസ്താവനയിൽ പറയുന്നു. യുക്രൈനെ ഉൾപ്പെടുത്താതെയുള്ള ചർച്ചകൾ അംഗീകരിക്കില്ലെന്ന് വ്ളോഡിമിർ സെലൻസ്കിയും അറിയിച്ചിരുന്നു. യുക്രൈൻ ഉൾപ്പെടാത്ത ചർച്ച നിർജീവമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം ഇത്തവണയല്ല, പിന്നീടായിരിക്കും സെലൻസ്കിയുമായി ചർച്ചയെന്നും ട്രംപ് അറിയിച്ചു. പരസ്പരം കൈവശം വച്ചിരിക്കുന്ന റഷ്യയുടെയും യുക്രൈന്റെയും ഭൂപ്രദേശങ്ങൾ കൈമാറേണ്ടി വരുമെന്ന സൂചനയും ട്രംപ് നൽകിയിരുന്നു. ഇതിനെതിരെയും സെലൻസ്കി മറുപടി നൽകി. യുക്രൈനെതിരായ തീരുമാനങ്ങൾ സമാധാനത്തെ തകർക്കുമെന്നായിരുന്നു പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഈ വാർത്തയോടെ രാജ്യം രാജ്യാന്തരം അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്തേ.